ഹലോ ഫ്രണ്ട്സ്, ഐ ആം സുബീഷ്. ഇന്ന് നമ്മൾ ഫയർ റെഡ് ഹെയർ കളറാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ മോഡല് മനുവാണ്. അവൻ ഹെയർ കളർ അടിക്കാൻ വേണ്ടിയിട്ട് UK എന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഹെയർ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ക്യാപ്പ് വയ്ക്കാൻ പോവാണ്. ക്യാപ്പ് വെച്ച് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ ലെയർ നീഡിൽ വെച്ച് നമുക്ക് എടുക്കാം. ഫസ്റ്റ് ലെയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ എടുക്കാം. ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് നീഡിൽ കയറ്റി കസ്റ്റമർക്ക് വേദനയില്ലാത്ത രീതിയിൽ വേണം ഹെയർ നമുക്ക് ക്യാപ്പിൻ്റെ പുറത്തേക്ക് എടുക്കാനായിട്ട്. ഇനി മൂന്നാമത്തെ ലെയർ നീഡിൽ വെച്ച് കുത്തി നമുക്ക് എടുക്കാം. ഇനി നാലാമത്തെ ലെയർ എടുക്കാം. ഇനി നമുക്ക് അഞ്ചാമത്തെ ലെയർ എടുക്കാം. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ആറാമത്തെ ലെയർ എടുക്കാം. ഏഴാമത്തെ ലെയറും നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ എടുക്കാം. ഇനി നമുക്ക് എട്ടാമത്തെ ലെയർ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് 8 ലെയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എടുത്ത ഈ 8 ലെയറിലും ആദ്യം നമ്മൾ ബ്ലോണ്ടർ അപ്ലൈ ചെയ്യണം. ഇതാണ് ബ്ലോണ്ടർ പൗഡർ, ഇതാണ് ഡെവലപ്പർ. ബ്ലോണ്ടറും ഡെവലപ്പറും 1:2 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്യുക. അതായത് 1 സ്പൂണ് ബ്ലോണ്ടർ എടുത്താൽ 2 സ്പൂണ് ഡെവലപ്പർ എടുക്കുക. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ക്രീം എടുത്ത് ഒന്നാമത്തെ ലെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ലെയർ എടുത്ത് ഹെയറിൽ നന്നായി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. കസ്റ്റമറുടെ ശരീരത്തിലേക്ക് ക്രീം ആയാൽ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ എടുത്ത് അതിലേക്ക് ബ്ലോണ്ടർ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നാലാമത്തെ ലെയർ എടുത്ത് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അഞ്ചാമത്തെ ലെയർ എടുത്ത് ഹെയറിൽ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ആറാമത്തെ ലെയർ എടുക്കുക, ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഏഴാമത്തെ ലെയർ എടുക്കാം. ഏഴാമത്തെ ലെയറിലും നന്നായിട്ട് ബ്ലോണ്ടർ ക്രീം അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഒരു ലെയറും കൂടി ഉണ്ട്, എട്ടാമത്തെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയർ എടുത്തു, എട്ടാമത്തെ ലെയർ. അതിലും നന്നായിട്ട് ബ്ലോണ്ടർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ എല്ലാ ഹെയറിലെയും ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റിന് ശേഷമുള്ള അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ക്രീമൊക്കെ വാഷ് ചെയ്യാം. പിന്നെ നമ്മൾ ക്രീമുകളൊക്കെ വാങ്ങുമ്പോൾ ലോക്കൽ ബ്രാൻഡുകൾ വാങ്ങാണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രീമുകളൊക്കെ വാങ്ങുക. ലോക്കൽ ബ്രാൻഡുകൾ ലാഭം നോക്കി നമ്മൾ
വാങ്ങിയാലും ഇതുപോലെ കളർ കിട്ടണമെന്നില്ല. അതുപോലെ ഹെയർ ഡാമേജ് ആവുകയും ചെയ്യും. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് ബ്ലോ ഡ്രൈ വെച്ച് ഉണക്കിയ ഹെയറാണ് ഈ കാണുന്നത്. ഇനി അടുത്തത് നമ്മൾ ഫയർ റെഡ് ഹെയർ കളറാണ് ചെയ്യാൻ പോണേ. ഫയർ റെഡ് ഹെയർ കളറും ഡെവലപ്പറും 1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത് ഫസ്റ്റ് ലെയറിൽ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയറിൽ ക്രീം നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ എടുത്ത് ഹെയറിൽ ക്രീം നന്നായി എത്തുന്ന വിധത്തിൽ നന്നായി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ എടുക്കാം. മൂന്നാമത്തെ ലെയറിലും ഫ്ലെയിം റെഡ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നാലാമത്തെ ലെയർ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് റെഡ് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ലെയറിൽ നന്നായി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആറാമത്തെ ലെയർ എടുക്കാം. ആറാമത്തെ ലെയറിലും ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഏഴാമത്തെ ലെയർ എടുക്കാം. ഹെയർ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ എട്ടാമത്തെ ലെയർ. എട്ടാമത്തെ ലെയറിലും നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. മുപ്പത് മിനിറ്റിന് ശേഷം ഹെയറിലെ ക്രീമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്തതിന് ശേഷം നന്നായി ഹെയർ ഡ്രൈ വെച്ച് ഉണക്കിയ ഹെയറാണ്. നമുക്കിതുപോലെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രീമുകൾ തന്നെ യൂസ് ചെയ്യണം. അതുപോലെ ക്രീമൊക്കെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണം. ഇത് നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് അഴിച്ച് നോക്കാം. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ട നമുക്ക്. ഇതാണ് നമ്മുടെ ഹെയർ കളറിൻ്റെ റിസൾട്ട്. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.